ഗസയിലെ ഒരു ദിവസം കൊല്ലപ്പെടുന്നത് എത്ര കുട്ടികളാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? 2023 ഒക്ടോബർ 7 മുതൽ ശരാശരി ഓരോ ദിവസവും 27 കുട്ടികൾ വീതം കൊല്ലപ്പെടുന്നുണ്ട്. അങ്ങനെ വെറുതെ മരിച്ചു വീഴുകയല്ല, അങ്ങേയറ്റം മാരകമായ ബോംബുകൾ ശരീരത്തിൽ വീണും മിസൈലുകൾ ചിന്നിച്ചിതറിച്ചും ബുള്ളറ്റുകൾ തലച്ചോറും ഹൃദയവും തുളച്ചു കയറിയുമാണ് ഓരോ കുഞ്ഞും കൊല്ലപ്പെടുന്നത്. ഇതോടൊപ്പം തകർന്നു വീഴുന്ന കെട്ടിടങ്ങൾക്ക് അടിയിൽപ്പെട്ടും കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നുണ്ട്. ലോകത്തിൻ്റെ ഇന്നോളമുള്ള ചരിത്രത്തിൽ ഇത്രയധികം കുട്ടികൾ കൊല്ലപ്പെട്ട ഒരു യുദ്ധമോ വംശഹത്യയോ വേറെയില്ല. ഇത്രയും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും മനുഷ്യരെയും കൊന്ന രാഷ്ട്രത്തെയും അതിൻ്റെ തലവൻ നെതന്യാഹുവിനെയും നിലക്ക് നിർത്താൻ പോയിട്ട് ഒന്ന് വിരട്ടാൻ പോലും ആരുമില്ലെന്ന വർത്തമാനകാല സത്യത്തിൽ കൂടിയാണ് നാം ജീവിക്കുന്നത്. വൻകിട രാജ്യങ്ങൾക്ക് പാദസേവ ചെയ്യുന്ന രാജ്യങ്ങളായി ഏറെ ശക്തിയുള്ള രാജ്യങ്ങൾ പോലും മാറിയിരിക്കുന്നു എന്നതാണ് വസ്തുത. ഒക്ടോബർ 7 മുതൽ ഗസയിൽ പ്രതിദിനം ശരാശരി 27 കുട്ടികൾ കൊല്ലപ്പെടുന്നുണ്ടെന്ന ഞെട്ടിക്കുന്ന കണക്ക് പറഞ്ഞത് ഐക്യരാഷ്ട്രസഭയുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ബോഡിയായ യൂണിസെഫാണ്. ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയിൽ കുട്ടികളെ ഏറ്റവും വലിയ വില നൽകേണ്ടി വരുമെന്നാണ് പലസ്തീനിലെ ഏജൻസിയുടെ വക്താവ് അൽ ജസീറയോട് പറഞ്ഞത്. ഇതുവരെ ആകെ 17,000-ലധികം കുട്ടികളാണ് കൊല്ലപ്പെട്ടത്. ഇതുൾപ്പെടെ ആകെ 57,000-ലധികം പലസ്തീനികളെയാണ് ഇസ്രായേൽ വംശഹത്യയിൽ കൊന്നൊടുക്കിയത്. മരണത്തോടൊപ്പം ഇവിടെയുള്ള കുട്ടികളുടെ ആരോഗ്യസ്ഥിതിയും അങ്ങേയറ്റം ദയനീയമാണ്. ആരോഗ്യ മന്ത്രാലയം പോഷകാഹാരക്കുറവ് വർദ്ധിച്ചു വരുന്നതായി റിപ്പോർട്ട് ചെയ്തിരുന്നു. മെയ് മാസത്തിൽ മാത്രം ഭക്ഷ്യക്ഷാമവും സഹായ സേവനങ്ങളുടെ തകർച്ചയും കാരണം ഗസയിൽ 5,000-ലധികം കുട്ടികൾ കടുത്ത പോഷകാഹാരക്കുറവുള്ളവരായി മാറി. മാർച്ച് 2 മുതൽ ഇസ്രായേൽ പൂർണ്ണ ഉപരോധം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്രോസിങ്ങുകൾ ഇപ്പോഴും അടച്ചിട്ടിരിക്കുകയാണ്. മിക്ക ഭക്ഷണശാലകളും അടച്ചുപൂട്ടി. ക്ഷാമം ഇപ്പോൾ വ്യാപകമാണ്. 2 ദശലക്ഷത്തിലധികം ആളുകളെ ഈ ഭക്ഷ്യക്ഷാമം നേരിട്ട് ബാധിക്കുന്നുണ്ട്. ഗസയിലെ കുഞ്ഞുങ്ങൾക്ക് പാൽ നൽകുന്നത് ഇസ്രായേൽ ഇപ്പോഴും വിലക്കിയിരിക്കുകയാണ്. അതിർത്തികളിൽ ഇസ്രായേൽ പട്ടാളക്കാർ കുഞ്ഞുങ്ങൾക്കുള്ള പാൽ പിടിച്ചെടുക്കുന്നുണ്ടെന്ന് വിദേശ ഡോക്ടർമാർ സ്ഥിരീകരിച്ച കാര്യമാണ്. പാലെത്തിക്കാൻ ശ്രമിക്കുന്ന മെഡിക്കൽ സംഘങ്ങളിൽ നിന്ന് പോലും ഇസ്രായേലിൻ്റെ സയനിസ്റ്റ് സേന പാൽ തട്ടിപ്പറിക്കുകയാണ്. ഇതോടൊപ്പം ഗസയിലെ ആശുപത്രികൾ അടിയന്തര മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. നവജാത ശിശു യൂണിറ്റിലെ ആയിരക്കണക്കിന് നവജാത ശിശുക്കളും മറ്റു കുട്ടികളും മരണഭീഷണിയിലാണ്. പതിവ് പാൽ വിതരണവും ചികിത്സാ സഹായവും തീർന്നു പോയതിനാൽ ഈ കുഞ്ഞുങ്ങളുടെ ഭാവി തന്നെ ചോദ്യചിഹ്നമായി മാറുകയാണ്. അടിയന്തര സഹായമില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ പല കുഞ്ഞുങ്ങളും അതിജീവിക്കില്ലെന്ന് ഡോക്ടർമാർ പറയുന്നു. ആഗോളതലത്തിൽ നടപടിയെടുക്കണമെന്ന് യൂണിസെഫ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ ലോകം മുഴുവൻ ഇത് കണ്ടിട്ടും ഇസ്രായേലിൻ്റെ വ്യോമാക്രമണങ്ങൾ, പട്ടിണി എന്നിവ മനഃപൂർവ്വമായി അവഗണിക്കുകയാണ്. കുട്ടികൾ മറുവശത്ത് മരിച്ചു വീഴുകയാണ്, കൊല്ലപ്പെടുകയാണ്.